ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാ രാജ്യങ്ങൾക്കും കാരണം ഇമ്പോർട്ട് ചെയ്യാത്തതായിട്ട് ഒരു രാജ്യമില്ല. എല്ലാ രാജ്യങ്ങളും അമിതമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, എല്ലാ രാജ്യങ്ങളും ഇപ്പം ചൈനയും അവരുടെ ട്രേഡ് എക്സ്പോർട്ടൊക്കെ തന്നെ ഒത്തിരി കൂടുതലുണ്ടെങ്കിൽ തന്നെയും അവരും ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം തന്നെയാണ്. കാരണം എല്ലാ രാജ്യങ്ങൾക്കും എല്ലാം ഉൽപ്പാദിപ്പിക്കുവാനോ അല്ലെങ്കിൽ എല്ലാം ലഭ്യമാണം എന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ ട്രേഡ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ തന്നെ നമുക്ക് വൻതോതിൽ കാണാൻ സാധിക്കും. ഒരു രാജ്യം ഇതിനകത്ത് നിന്ന് മുക്തമല്ല ഈ പ്രോസസ്സിൽ നിന്ന്. കാരണം നമ്മൾ ഏത് രാജ്യത്തിൻ്റെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ട്രേഡ് റിലേറ്റഡ് ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അമിതമായിട്ടുള്ള ഇമ്പോർട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഡിഫറൻസ് നമ്മളെപ്പോഴും ട്രേഡ് സർപ്ലസ് അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് കൂടുകയും ഇമ്പോർട്ട് കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് സർപ്ലസും, അതുപോലെ തന്നെ തിരിച്ച് നമ്മുടെ ഇമ്പോർട്ട് കൂടുകയും എക്സ്പോർട്ട് കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകും. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്തിനൊക്കെ തന്നെ നമുക്ക് നെറ്റ് ട്രേഡ് ഡെഫിസിറ്റൊക്കെ ആയിരിക്കും എപ്പോഴും. കാരണം നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുകയും നമ്മുടെ എക്സ്പോർട്ട് കാര്യമാത്രമായിട്ട് അധികം ഉണ്ടാകുകയില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട്. കാരണം നമ്മളുടെ മാനുഫാക്ചറിങ് ഒക്കെ തന്നെ വളരെ ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്. നമുക്ക് ഒട്ടനവധി മേഖലയിൽ നമുക്ക് മുന്നോട്ട് പോകാറുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇറക്കുമതിക്ക് ഒരു നിയന്ത്രണം വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഇറക്കുമതിക്ക് നിയന്ത്രണം വരുത്തുക എന്നുള്ളതല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 1272 വിദേശ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള തലത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലയിലുള്ള, ഒരുപക്ഷെ അത് ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കൂടുതലും ഫൈനൽ പ്രോഡക്റ്റ് സെമി ഫിനിഷ് പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനെയൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഫേസ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ആഭ്യന്തരമായിട്ട് ഈ പറഞ്ഞ മേഖലകളിലുമായിട്ട് ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്കോസിസ്റ്റം ആഭ്യന്തരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതുവഴി നമ്മളുടെ ഇമ്പോർട്ട് കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മുടെ മാനുഫാക്ചറിങ്ങിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക. അതുവഴി നമുക്ക് ഇമ്പോർട്ട് ഇത്രയും 1272 വിദേശ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പം ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ഇമ്പോർട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു കുറവ് വരുത്തുവാൻ, അതിനെ പതുക്കെ ഫേസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്രം ഒരു മെഗാ പ്ലാനുമായിട്ട് അല്ലെങ്കിൽ അങ്ങനൊരു എന്താണ് പറയുന്നത് നിർദ്ദേശവുമായിട്ട്, ഇങ്ങനെ ഒരു വൻ പദ്ധതിക്ക് നിർദ്ദേശവുമായിട്ട് നമ്മളുടെ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ ഇപ്പോൾ അതിന് തുടക്കം കുറിക്കാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളെ ഇമ്പോർട്ടിന് വളരെയധികം ഡോളേഴ്സ് നമ്മൾ ചിലവഴിക്കുന്ന ഒരു രാജ്യമാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ഇറക്കുമതിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിലവഴിക്കുന്നത് ക്രൂഡിൻ്റെയും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെയും ഇതിനു വേണ്ടിയാണ്, ഇറക്കുമതിക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഇറക്കുമതി ഒഴിവാക്കുക എന്നുള്ളത്, ഇറക്കുമതി ഒഴിവാക്കാൻ നമുക്ക് പൂർണ്ണമായിട്ടും പറ്റത്തില്ല, പക്ഷേ പല ഉൽപ്പന്നങ്ങളും നമുക്ക് ആഭ്യന്തരമായി നിർമ്മിക്കാൻ കഴിവുള്ള രാജ്യമാണ്. അതിന് കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് സെക്ടറിൻ്റെയൊക്കെ തന്നെ പാർട്ടിസിപ്പേഷൻ വളരെ ശക്തമാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കും. അതുവഴി നമുക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നതും, പ്രത്യേകിച്ച് ചൈനയെ പോലുള്ള രാജ്യങ്ങളെ നമുക്ക് അമിതമായി ആശ്രയിക്കുന്നതും നമ്മളുടെ വിദേശ നാണ്യ ശേഖരത്തിനകത്തിൽ നമുക്ക് ഈ വിദേശത്തെ കൊഴുക്കുന്നത് നമുക്ക് തടയാനും അതുവഴി നമുക്ക് വിദേശ നാണ്യ ശേഖരത്തെ നമുക്ക് കൂടുതൽ പ്രിസർവ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു കർമ്മ പദ്ധതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഇറക്കുമതിക്കായി മുടക്കുന്ന പണം ലാഭിക്കുകയാണ്. കാരണം നമ്മൾ ഈ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ കൺസംഷന് വേണ്ടിയാണല്ലോ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ആ കൺസംഷന് വേണ്ടി നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിനു പകരം നമ്മൾ ആഭ്യന്തരമായിട്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കുക, ആ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറം രാജ്യത്തെ ചൈനയായാലും വിയറ്റ്നാമിലായാലും അമേരിക്കയായാലും മറ്റ് രാജ്യങ്ങളിൽ നമുക്ക് ആശ്രയിക്കേണ്ടതില്ല. പക്ഷേ നമുക്ക് ക്രൂഡ് നമുക്ക് വരത്തില്ല, അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വരത്തില്ല. ഏകദേശം വിവിധ മേഖലകളിലായിട്ട് പ്രതിവർഷം ആനുവലി 15.8 ലക്ഷം കോടി രൂപ മൂല്യമുള്ള 1272 ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയുടെ ഒരു ലിസ്റ്റാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായിട്ട് ഇല്ലാതാക്കാനാണ് ആഭ്യന്തര നിർമ്മാണത്തിലൂടെ ഘട്ടം ഘട്ടമായിട്ട്, എന്ന് വെച്ചാൽ പെട്ടെന്ന് സാധിക്കത്തില്ല, പക്ഷേ അത് നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഗ്രാജുവലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ നമുക്കത് കഴിയത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള, കാരണം ഗവൺമെൻറ്റിൻ്റെ ശരിക്കുള്ള റോൾ എന്താണ്? ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്റർ ആകുക എന്നുള്ളതാണ് എവിടെയും ഗവൺമെൻറ് റോള്. അത് ഇക്കണോമിക് ഗ്രോത്ത്, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏത് ഗവൺമെൻറ്റിൻ്റെയും. അതിനനുസരിച്ചുള്ള നിയമങ്ങളും നയങ്ങളും ഒക്കെ തന്നെ രൂപീകരിക്കുക, ഉണ്ടാക്കുക, അതിനനുസരിച്ചുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡപ്പ് ചെയ്യുക, പ്രോഗ്രാംസ്, പോളിസീസ്, ലോസ്,
പിന്നെ റൂൾസ്, റെഗുലേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ശരിക്കും പറഞ്ഞാലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. അവർക്ക് ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ നമ്മളിപ്പോൾ പബ്ലിക് സെക്ടർ യൂണിറ്റ്സൊക്കെ അവർ ഉണ്ടെങ്കിൽ തന്നെയും അതിനേക്കാളുപരി തീർച്ചയായിട്ടും അവർ ഏത് രാജ്യത്തെയായാലും ഈ പൊതുമേഖല എന്ന് പറയുന്ന കുത്തഴിഞ്ഞ അഴിമതി പിന്നെ കൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെയല്ല എന്നാൽ തന്നെയും നമ്മൾ പൊതുവേ നമുക്കറിയാം സർക്കാർ സ്ഥാപനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തന്നെ നമ്മുടെ KSRTCയുടെയും KSEB അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. ഒട്ടനവധി ഈ PSU കേരളത്തിലും മറ്റ് പല സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ ഈ പ്രവർത്തനങ്ങൾ വളരെ എഫിഷ്യൻ്റ് അല്ല, കറക്റ്റായിട്ടുള്ള ഓപ്പറേഷൻസും അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻ്റായിട്ടുള്ള ഓപ്പറേഷൻസും ആയതുകൊണ്ടും ടാക്സ് പേയേഴ്സിൻ്റെ പണമൊക്കെ ഇഷ്ടം പോലെ, പൈസയൊക്കെ ഇഷ്ടം പോലെ അവർ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ എക്കോണമിക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഭയങ്കര ബേർഡനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് പകരം നമ്മൾ വളരെ ക്രിയാത്മകമായിട്ടുള്ള സ്വകാര്യ മേഖലയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ റൂൾ ബേസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും നിയമാനുസൃതമായിട്ട് കാര്യങ്ങൾ നിയമത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യുകയും കൂടുതൽ ഇന്നോവേറ്റീവായിട്ടുള്ള കാരണം പ്രൈവറ്റ് സെക്ടറിനാണല്ലോ പൊതുവേ നമ്മൾ സ്വകാര്യ മേഖലയ്ക്കാണല്ലോ ഇതൊക്കെ കഴിയുന്നത്. കാരണം കൂടുതൽ ഇന്നോവേറ്റീവായിട്ട് അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ടൊക്കെ തന്നെ പിന്നെ ബിസിനസ് റൺ ചെയ്യാനും മാനേജ് ചെയ്യാനും കൂടുതൽ പിന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ ഇന്നോവേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ തന്നെ പ്രൈവറ്റ് മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൈവറ്റ് മേഖലയെ റൂൾ ബേസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കി എവിടെയും ഏത് രാജ്യത്തും ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ജപ്പാനും സൗത്ത് കൊറിയയും തായ്വാനും ഈവൻ ചൈനയും ഒക്കെ തന്നെ ചൈനയിൽ പവർഫുള്ളായിട്ടുള്ള പബ്ലിക് സെക്ടർ അവരുടെ യൂണിറ്റ് ഗവൺമെൻറ് സെക്ടറിലുള്ള കമ്പനികളുണ്ട്, വമ്പൻ കമ്പനികളുണ്ട്. എങ്കിൽ തന്നെയും സ്വകാര്യ മേഖല വളരെ ശക്തമായിട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചൈനയ്ക്കൊക്കെ തന്നെ ഇത്രയും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഇന്ത്യയിലും അതുപോലെ തന്നെ വളരെ ഫലവത്തായിട്ടുള്ളൊരു സ്വകാര്യ മേഖല ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് ഗവൺമെൻറ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ ആധുനിക ലോകത്തിനനുസൃതമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ടാക്കുകയും ചെയ്യണം. കെമിക്കൽ, ഇലക്ട്രോണിക്സ്, മെഷീനറി, സ്പെഷ്യാലിറ്റി, സ്റ്റീൽ എന്നീ മേഖലകളിലെ ഉൽപ്പന്നങ്ങളാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ആഭ്യന്തരമായി നിർമ്മിക്കാൻ തിരഞ്ഞെടുത്തതിൽ ഏറെയും. 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആകെ ഇറക്കുമതി ചെലവ് സർവകാല റെക്കോർഡായിട്ടുള്ള $776 ബില്യൺ എത്തിയിരുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ ഇറക്കുമതി ചെയ്ത $776 ബില്യൺ ഇതിൽ $246 ബില്യൺ ക്രൂഡ് ഓയിലും സ്വർണ്ണവും ഇതിനു വേണ്ടിയാണ് ചിലവഴിച്ചത്. അപ്പോൾ നല്ലൊരു പങ്കും ക്രൂഡ് ഓയിലിനും സ്വർണ്ണത്തിനും വേണ്ടിയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ക്രൂഡ് ഓയിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല, സ്വർണ്ണവും അതുപോലെ തന്നെ നമുക്ക് എസെൻഷ്യൽ കമ്മോഡിറ്റി അല്ല, പക്ഷേ ആൾക്കാരധികം കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പോർട്ടും വളരെ കൂടുതലാണ്. ഈ അടുത്ത സമയത്ത് സ്വർണ്ണത്തിൻ്റെ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇറക്കുമതി തീരുവയൊക്കെ തന്നെ ഗവൺമെൻറ് കൂട്ടിയിരുന്നത് കാരണം അതിൻ്റെ ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടി. കാരണം നമ്മുടെ കയ്യിലുള്ള പൈസ മൊത്തം വെള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു എസെൻഷ്യൽ കമ്മോഡിറ്റി അല്ല, പക്ഷേ ക്രൂഡ് നമുക്ക് എസെൻഷ്യൽ കമ്മോഡിറ്റിയാണ്. ഇല്ലേ, നമ്മുടെ എനർജി അത്യാവശ്യമാണ്, പക്ഷേ ക്രൂഡിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ആകെ ഇറക്കുമതിയുടെ 26% മാത്രമാണ് ആഭ്യന്തര നിർമ്മാണത്തിലൂടെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അപ്പം മൊത്തം ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ 26% ഉണ്ട്. അത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതിന് നമുക്ക് ഇന്ത്യക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ബാക്കി ക്രൂഡ് ഓയിൽ, സ്വർണ്ണം തുടങ്ങി 46% ഉൽപ്പന്നങ്ങളുടെ ലഭ്യത നമുക്ക് ആഭ്യന്തരമായിട്ട് പരിഹരിക്കാൻ പറ്റത്തില്ല. ക്രൂഡ് ഓയിലും സ്വർണ്ണവും ഒക്കെ തന്നെ. സ്വർണ്ണം നമ്മുടെ ഇന്ത്യയിൽ പല അതിൻ്റെ എന്താണ് എക്സ്പ്ലോറേഷൻ എന്താണ് ഗോൾഡിൻ്റെ ഖനനമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ നമ്മുടെ ആഭ്യന്തര കൺസംഷനെ നമുക്കത് മീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ഇമ്പോർട്ട് ചെയ്തേ വരത്തില്ല നമുക്ക്. അപ്പം ക്രൂഡ് ഓയിലിനോടൊപ്പം തന്നെ സ്വർണ്ണവും മറ്റ് ചില പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ 46% അതിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം നമുക്ക് തീർച്ചയായിട്ടും പറ്റത്തില്ല. അപ്പോൾ അതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തേ വരത്തുള്ളൂ, അതിനെ വിട്ടുകൊടുത്തേക്കുക. ബാക്കി 26% നമുക്ക് ആഭ്യന്തരമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കണക്കുകൂട്ടലുകൾ. തീർച്ചയായിട്ടും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുമായിട്ട് ഇത് കൈകോർത്താൽ മാത്രമേ ഗവൺമെൻറ് ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സംസ്ഥാനങ്ങൾക്ക് നിർണായക ചുമതല ഉണ്ട്. കാരണം ഓരോ സംസ്ഥാനവും തീർച്ചയായിട്ടും അവർക്ക് കഴിയുന്ന മേഖലകളെ കൂടുതൽ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പദ്ധതി വിജയകരമായി നടപ്പിലാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇത് കൈകോർത്ത് ഒരുമിച്ച് പോയാൽ മാത്രമേ ആയിരുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേക പദ്ധതി തന്നെ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്.
ഭൂമി ഏറ്റെടുക്കൽ. കാരണം ഈ ഇക്കോണമിക്കൽ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഈ പറഞ്ഞ ഭൂമി ഏറ്റെടുക്കൽ, അതുപോലെ തന്നെ വ്യാവസായിക അനുമതികൾ, ലൈസൻസ്, രജിസ്ട്രേഷൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ, നിക്ഷേപകർക്കുള്ള ആനുകൂല്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ തന്നെ സംസ്ഥാനങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ഈ പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കാൻ കൂടുതൽ ചുമതലകൾ നൽകും, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കാനുള്ളത്. അപ്പോൾ ഈ ആഭ്യന്തര നിർമ്മാണത്തിനായിട്ട് തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, അവർക്ക് പ്രത്യേക നിർമ്മാണ ക്ലസ്റ്ററുകൾ സ്ഥാപിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റുകളോട് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞ സൂപ്പർവിഷൻ അല്ലെങ്കിൽ മോണിറ്ററിങ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ പറഞ്ഞ വലിയ മെഗാ പ്ലാൻ അല്ലെങ്കിൽ മെഗാ പദ്ധതി തയ്യാറാക്കുന്നതാണ് അതിൽ. അപ്പോൾ നമ്മൾ ഒരു 100ലധികം വിദേശ രാജ്യങ്ങളെ നമ്മൾ ഈ 100ലധികം ഉൽപ്പന്നങ്ങൾക്ക് അല്ലെങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഈ ആശ്രയിക്കുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുവാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിവിധ മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം തന്ത്രപ്രധാനം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ആഭ്യന്തരമായിട്ട്, ഇപ്പോൾ ക്രൂഡ് തന്ത്രപ്രധാനമാണ്, പക്ഷേ നമുക്ക് ആഭ്യന്തരമായിട്ടത് പറ്റത്തില്ല. ഇപ്പോഴും നമുക്ക് 80% മുകളിൽ നമ്മൾ വിദേശത്ത് നിന്ന് നമുക്ക് ഇറക്കുമതി ചെയ്തേ പറ്റത്തുള്ളൂ. മറ്റേതെങ്കിലും തന്ത്രപ്രധാനമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യത്ത് നമ്മൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഭ്യന്തരമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അത് നമ്മൾ മാറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരവും സുരക്ഷിതത്വമൊക്കെ നമുക്ക് കൂടുതൽ ഉറപ്പുവരുത്താൻ സാധിക്കത്തുള്ളൂ. കാരണം എല്ലാത്തിനും നമുക്ക് ചൈനയെ പോയി ആശ്രയിക്കാൻ പറ്റത്തില്ല. ഇന്ത്യക്ക് തീർച്ചയായിട്ടും ചൈനയെ പോലെ തന്നെ ഒരു മാനുഫാക്ചറിങ് പവർ ഹൗസ് ആണുള്ള അബ്സലൂട്ട് കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം, പൊട്ടൻഷ്യൽ കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ചൈന റിഫോം ചെയ്യുന്നതിന് മുമ്പ് പണ്ട് ഇന്ത്യയും ചൈനയൊക്കെ ഏകദേശം നെക്ക് ടു നെക്കായിട്ട്, അല്ലെങ്കിൽ ഒരു പടി ഇന്ത്യ പല പ്രാവശ്യവും പല മേഖലകളിലുമൊക്കെ തന്നെ ചൈനയേക്കാൾ നമ്മൾ മുൻപന്തിയിലായിരുന്നു എന്നുള്ളൊരു സത്യവും നമ്മൾ വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ചൈനയെപ്പോലോ അല്ലെങ്കിൽ ചൈനയേക്കാൾ മുന്നിലേക്ക് വരുവാൻ ഇന്ത്യയെപ്പോലുള്ള രാജ്യത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. പക്ഷേ നമ്മൾ അതിനുള്ള സംവിധാനങ്ങളും സംസ്കാരങ്ങളും, രാഷ്ട്രീയ സംസ്കാരവും സാമ്പത്തിക തൊഴിൽ സംസ്കാരങ്ങളും ജനങ്ങളുടെ പൊതുവെയുള്ള സംസ്കാരങ്ങളും എല്ലാം നമ്മളതിനെ അനുകൂലമാക്കിയെടുക്കണം എന്നുള്ളതാണ് പ്രധാനം. അപ്പം നേരത്തെ RBIയുടെ ഗവർണറായിട്ടുള്ള ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശക്തികാന്ത് ദാസിൻ്റെ നേതൃത്വത്തിലാണ് ഈ ടാസ്ക് ഫോഴ്സ്. അദ്ദേഹം പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്നാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സമഗ്ര രൂപരേഖ തയ്യാറാക്കുന്ന ഈ ടാസ്ക് ഫോഴ്സാണ്, അതിനെ നേതൃത്വം കൊടുക്കുന്നത് ശക്തികാന്ത് ദാസാണ്. അപ്പോൾ സ്വകാര്യ വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുമായുള്ള സംയുക്ത സംരംഭങ്ങൾ എന്നിവയും പരിഗണനയിലുണ്ടെന്നാണ് പറയുന്നത്. 2027 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ ഏകദേശം ഏപ്രിൽ, മെയ്, ജൂൺ, ഇതിപ്പോൾ 26-27 റൺ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഏപ്രിൽ അടുത്ത വർഷമല്ല, ഈ പറഞ്ഞ ഏപ്രിൽ, മെയ്, ജൂണിൽ തന്നെ ഇന്ത്യയുടെ ഇറക്കുമതി മുൻ വർഷത്തെ അപേക്ഷിച്ചിട്ട് 19.89% വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാനുഫാക്ചർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കാരണം ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, വ്യത്യസ്തമായിട്ടുള്ള പല മേഖലകളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ബിസിനസ് നടത്തുന്നവർ ഇവിടെ ഉൽപ്പാദനം ഇല്ല, ഇവിടെ ഉൽപ്പന്നങ്ങളില്ലെങ്കിൽ അവർ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിട്ട് അത് ഇറക്കുമതി ചെയ്ത് ജനങ്ങൾക്ക് വിറ്റഴിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇമ്പോർട്ട് കൂടും. ഇതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ $216.18 ബില്യൺ ഈ പറഞ്ഞ ഇറക്കുമതി എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതോടെ രാജ്യത്തിൻ്റെ വ്യാപാര കമ്മി $86.86 ബില്യൺ ഉയർന്നു. വ്യാപാര കമ്മി നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കത് പിടിച്ചു നിർത്താൻ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ അല്പം വൈകിയാണെങ്കിലും എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അപ്പോൾ ഇതുപോലുള്ള റിഫോംസ് അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ ഇത് തുടങ്ങിയാൽ മാത്രം പോരാ, പക്ഷേ ഇതിനെ നമുക്ക് കോൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തി ഗവൺമെൻറ് കാണിക്കണം. സംസ്ഥാന സർക്കാരുകളും ഇതിനോടൊപ്പം നിന്ന് കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക്, കാരണം ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങൾക്കും $1 ട്രില്യൺ മുകളിലാകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ തമിഴ്നാടായാലും മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ, ഈവൻ UP ഇതുപോലുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ
$1 ട്രില്യൺ ഒരു എക്കോണമി ആകാൻ കപ്പാസിറ്റികളുണ്ട്. അങ്ങനെ 10 സ്റ്റേറ്റ് തന്നെ $1 ട്രില്യൺ എക്കോണമി ആയിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം GDP 10 സ്റ്റേറ്റിൽ നിന്ന് തന്നെ 10 ട്രില്യൺ ആകും. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്, കേപ്പബിലിറ്റി ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഉപയോഗിക്കുക, ഫലപ്രദമായി വിനിയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആഗോള വിപണിയിൽ നമുക്ക് എണ്ണ വിലയുടെയും എണ്ണയുടെയൊക്കെ തന്നെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ രൂപയുടെ മൂല്യം അതോടെ ഒക്കെ ബന്ധപ്പെടുത്തി ഈ ഡോളറിനെതിരെ ഇടിഞ്ഞതൊക്കെ തന്നെ നമ്മുടെ ഇമ്പോർട്ട് ബില്ല് കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ക്രൈസിസിനെ നമുക്ക് ഇനിയും ഉണ്ടാകും. ലോക സമ്പദ് വ്യവസ്ഥയിലും അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ മേഖലയിലൊക്കെ തന്നെ ഇതുപോലുള്ള സങ്കീർണതകളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെപ്പോലുള്ള രാജ്യം ഇതുപോലെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് വലിയ സാമ്പത്തിക തിരിച്ചടികൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത് ഏകദേശമല്ല, ഇതിപ്പോൾ നല്ലൊരു തീരുമാനമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പറയുന്നത് ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പറയുന്നത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ചില ഇൻഫർമേഷൻ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വെച്ചാൽ നമുക്ക് പങ്കുവെക്കാം. തൽക്കാലം ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.